ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് നമ്മളെ തന്നെ രക്ഷിക്കേണ്ടി വരും. ഒരാൾ തളർന്നു പോയാൽ പോലും അവർക്ക് ഉയരാനുള്ള ശക്തി അവരവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത് ഒരു സിനിമാ കഥയല്ല, യഥാർത്ഥ ജീവിതത്തിൽ ഒരു സ്ത്രീ നേടിയെടുത്ത ഒരു വിശുദ്ധ പാഠമാണ് ഉഷാറാണി. ഓരോ സ്ത്രീകൾക്കും തങ്ങളുടെ സൗഭാഗ്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഭയമില്ലാതെ നിലകൊള്ളുവാനുള്ള ആത്മബലമായി ഈ കഥ നിലകൊള്ളുന്നു. മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഭർത്താവിനെ കൊന്നുതള്ളിയ ഒരമ്മ, നിയമം വെറുതെ വിട്ട ആ അമ്മയുടെ കഥ. കൊലപാതകം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കുറ്റമാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി ആ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്ത ആ അമ്മയുടെ പേര് ഉഷാറാണി. സ്വന്തം ഭർത്താവിനെ കൊന്ന സ്ത്രീ എന്ന തലക്കെട്ടുകളോടെയാണ് 5 വർഷം മുമ്പ് മാധ്യമങ്ങൾ ഉഷാറാണിയെ കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ആ കൊലപാതകത്തിലേക്ക് ഉഷാറാണിയെ നയിച്ച കാരണങ്ങൾ അറിയണമെങ്കിൽ അവരുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. 18 വയസ്സിലായിരുന്നു ഉഷയുടെ വിവാഹം. ഒട്ടും പൊരുത്തപ്പെടാനാവാത്ത കുടുംബത്തിൽ ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു ഉഷ. മദ്യപാനിയായ ഭർത്താവ് ഉഷയെയും വീട്ടുകാരെയും പലകുറി സാമ്പത്തികമായി ചൂഷണം ചെയ്തു. ബിസിനസ് തുടങ്ങണമെന്നും മറ്റും പറഞ്ഞ് ഭർത്താവ് ഉഷയുടെ വീട്ടുകാരിൽ നിന്നും വൻ തുകകൾ വാങ്ങിച്ചെടുത്തു. മദ്യപാനവും വഴിവിട്ട ജീവിതവും അയാളെ ബിസിനസ്സിലും പരാജയപ്പെടുത്തി. സാമ്പത്തിക ചൂഷണത്തിന് പുറമെ ശാരീരിക പീഡനവും ഉഷയ്ക്ക് നേരിടേണ്ടി വന്നു. ബിസിനസ്സും വീട്ടുകാര്യങ്ങളും ഒരുപോലെ കഷ്ടപ്പെട്ടു നോക്കി നടത്തുന്നതിനിടയിലാണ് ഭർത്താവിന്റെ വിദ്യാഭ്യാസമില്ലാത്ത സഹോദരിക്ക് വേണ്ടി ഉഷയുടെ MPhil പാസ്സായ സഹോദരനെ കല്യാണം ആലോചിക്കുന്നത്. ഉഷയുടെ വീട്ടുകാർ ഇത് നിരസിച്ചു. അതോടെ പക ഇരട്ടിയായി. ഭർത്തൃ വീട്ടുകാർ ഉഷയെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി. അന്നോളം 4 മക്കളെ ഓർത്ത് ഈ ദുരിതങ്ങളെല്ലാം സഹിക്കുകയായിരുന്നു ഉഷ. മൂത്ത മകളെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉഷ അനീതിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. വിവാഹത്തിന് തയ്യാറാകാത്ത 14 വയസ്സുള്ള പെൺകുട്ടിയുടെ പഠിത്തം ഉഷയുടെ ഭർത്താവ് നിർത്തിച്ചു. സ്കൂളിലെ പ്രധാനാധ്യാപികയുടെ സഹായത്തോടെ ഉഷ മകളെ സ്കൂളിൽ നിർത്തി പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അതിനുശേഷം വലിയ വിലയാണ് ഉഷയ്ക്ക് നൽകേണ്ടി വന്നത്. ഈ കാര്യങ്ങൾ അറിഞ്ഞ ഭർത്തൃ വീട്ടുകാർ ഉഷയുടെ 2 കാലും തല്ലിയൊടിച്ചു. രക്തത്തിൽ കുളിച്ചു കിടന്ന ഉഷയെ ആരോ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെത്തിയ പോലീസിനോട് ഉഷയുടെ 2 വയസ്സുകാരനായ മകനാണ് അമ്മ അന്നോളം അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. 2003 ആയിരുന്നു ഈ സംഭവം. പിന്നീട് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയ ഉഷ സ്ത്രീധനത്തുകയും ആഭരണങ്ങളും തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാർക്കെതിരെ പരാതി നൽകി. ഉഷ ബിസിനസ്സിൽ തട്ടിപ്പ് കാണിച്ചെന്ന ആരോപണവുമായി അവരുടെ മറുപടി ഉഷ മോശ സ്വഭാവക്കാരിയാണെന്നും അവർ പറഞ്ഞു പരത്തി. ഉഷയുടെ ജീവിതം പറഞ്ഞ മധുരം സർക്കാർ ആശുപത്രിയിൽ കാഷ്യറായി അവർക്ക് ജോലി നൽകി. ജോലിയിലെ മിടുക്കും കഴിവും അധികം വൈകാതെ ഉഷയ്ക്ക് അവസരങ്ങളുടെ വൻ വാതിലുകൾ തുറന്നുകൊടുത്തു. അധികം വൈകാതെ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിൻ വിഭാഗത്തിൽ ചുമതല ഉഷയ്ക്ക് ലഭിച്ചു. ജോലിയോടൊപ്പം അവർ ബിരുദത്തിന് ചേർന്നു. കുട്ടികളുടെ പഠനവും തന്റെ ചികിത്സയും നടത്തി. ക്രച്ചസിന്റെ ഫിസിയോതെറാപ്പിയുടെയും സഹായത്തോടെ നടക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടെ വിവാഹമോചനം നേടിയ ഉഷ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴായിരുന്നു വീണ്ടും ഭർത്താവിന്റെ രൂപത്തിൽ ദുരന്തമെത്തിയത്. ഉഷ വീട് വിട്ടുപോയതോടെ ബിസിനസ് തകർന്ന അയാൾ പകയോടെ പ്രതികാരം ചെയ്യാൻ കാത്തിരുന്നു. ഉഷയ്ക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് പരത്തിയതിന് അയാൾ ഉഷയോട് മാപ്പ് ചോദിച്ച് അഭയം തേടിയെത്തി. അയാളെ മക്കളുടെ നിർബന്ധപ്രകാരം ഉഷ വീട്ടിൽ താമസിപ്പിച്ചു. എങ്കിലും ഭാര്യയായി ജീവിക്കാൻ തയ്യാറായില്ല. 2010 ഈ സംഭവം. ആരോഗ്യനില വളരെ മോശമായ ആളുടെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു. പരസഹായമില്ലാതെ ജീവിക്കാനാകില്ലായിരുന്നു. മക്കളുടെ നിർബന്ധം കാരണം ഉഷ അയാളെ വീട്ടിൽ താമസിപ്പിച്ചു. ദിവസം കഴിയും തോറും അയാൾ ഓരോ നിബന്ധനകൾ ഉഷയ്ക്ക് മുന്നിൽ വയ്ക്കുവാൻ തുടങ്ങി. തനിക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. അയാളുടെ ദുരുദ്ദേശം മനസ്സിലായ ഉഷ മക്കളുടെ നിർദ്ദേശപ്രകാരം അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. തിരിച്ചു വന്ന അയാൾ ഉഷയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇത് തടയാനെത്തിയ മകളെ വലിച്ചിഴച്ചുകൊണ്ട് അയാൾ മുറിയിൽ കയറി. അമ്മ വന്നില്ലെങ്കിൽ നീ മതി എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. മകളുടെ മാനം നഷ്ടപ്പെടാതിരിക്കാനായി ഒടുവിൽ ഉഷയ്ക്ക് അത് ചെയ്യേണ്ടി വന്നു. മകളുടെ നിലവിളി കാതിലലച്ചപ്പോൾ മകന്റെ ക്രിക്കറ്റ് ബാറ്റുമായി അവൾ മുറിയുടെ ജനൽ ചില്ല് പൊട്ടിച്ചകത്ത് കയറി. മകളുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ ശ്രമിക്കുന്ന അയാളെ അനക്കും നിലക്കും വരെ അയാളെ തല്ലി. പിന്നീട് ഉഷ പോലീസിന് കീഴടങ്ങി. കൊലപാതകത്തിന്റെ
സാഹചര്യം കണക്കിലെടുത്ത് കോടതി ഉഷയെ ശിക്ഷിച്ചില്ല. കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴേ മാനഭംഗ ശ്രമത്തിനിടയിലോ ഒരാൾ സ്വയരക്ഷയ്ക്കായി കൊല ചെയ്താൽ ലഭിക്കാവുന്ന നിയമാനുകൂല്യ സെക്ഷൻ 100 ചുമത്തി ഉഷയെ അവർ വിട്ടയച്ചു. ഒരു ദിവസം പോലും ഉഷയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നില്ല. ഇതിനുശേഷം ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഉഷ ബാങ്ക് പരീക്ഷയുടെ പരിശീലനത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിലെ ജോലി വിട്ടു. കഠിന പ്രയത്നത്താൽ ബാങ്കിൽ ജോലി നേടി. 4 മക്കളെയും അന്തസ്സായി വളർത്തി പഠിപ്പിച്ച് സമാധാനമായി ജീവിതം നയിക്കുകയാണ് ഉഷ ഇന്ന്. ശാന്തിയാണ് നാം തേടുന്നതെങ്കിലും ശക്തിയില്ലാതെ നമുക്കത് നേടുവാൻ ആവില്ല.